ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എം സിഗ്മ ഗോകുലം സ്കോ കരിയർ ഹബ് സീരീസ്. ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ISROയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ്. ഇപ്പൊ ലാസ്റ്റ് ഞങ്ങൾ രണ്ട് സെയിം ISROയുടെ തന്നെ രണ്ട് വീഡിയോസ് ചെയ്തു. ഒന്ന് ഗേറ്റ് വെച്ചിട്ടുള്ളായിരുന്നു, ഒന്ന് നോൺ ഗേറ്റ് ആയിരുന്നു. ഓക്കെ, പക്ഷെങ്കിൽ ഇതിൽ EMC ഇലക്ട്രോണിക്സിലും മെക്കാനിക്കലും പിന്നെ കമ്പ്യൂട്ടർ സയൻസുകാർക്കുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് സിവിലിനും ഇലക്ട്രിക്കൽ കുട്ടികൾക്കും പിന്നെ ഒന്ന് രണ്ട് ബ്രാഞ്ചസ് ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ്. ആൻഡ് ടുഡേ വി ഹാവ് ഡോക്ടർ കെ രംഗനാഥൻ സർ വിത്ത് us. സാർ ISROയിലെ G ലെവൽ സയന്റിസ്റ്റ് ആയിട്ട് റിട്ടയർ ആയതാണ്. ഓക്കെ, സോ നമുക്ക് നോട്ടിഫിക്കേഷനിലോട്ട് പോകാം. അതിന് മുന്നേ ഒരു കാര്യം, ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ചാനലിൽ തന്നെ പറയാറുണ്ട്, ഗേറ്റ് എന്ന ഒരൊറ്റ എക്സാം നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ, ഗേറ്റ് എന്ന ഒറ്റ എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് n നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഞങ്ങൾ തന്നെ ഇപ്പോൾ ഈ ചാനലിൽ മോർ ദാൻ 30 വീഡിയോസ് ചെയ്തു. 30 ഓപ്പർച്യൂണിറ്റീസ് ഗേറ്റ് വെച്ച് എഴുതാൻ പറ്റി. മോർ ദാൻ 70-80 ഓപ്പർച്യൂണിറ്റീസ് എവറി ഇയർ നിങ്ങൾക്ക് ഗേറ്റ് വെച്ചിട്ടുണ്ടാവും. സോ ഗേറ്റ് എന്ന് പറഞ്ഞ ഒരൊറ്റ എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ മുന്നിലെത്തുകയാണ്. ഇതല്ലാതെ നിങ്ങൾ സ്റ്റേറ്റിൻ്റെ, ഇപ്പോൾ കേരളത്തിലാണ് കേരള PSCയുടെ AMVI, അങ്ങനെ ടെക്നിക്കൽ ഗ്രേഡിലൊക്കെ കുറേ ഇലക്ട്രിക്കൽ ഓവർസിയർ, AE, അങ്ങനെ കുറേ പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സെയിം സിലബസ് തന്നെ പഠിച്ചിരുന്നാൽ മതി. സോ ഗേറ്റിന് നിങ്ങളിപ്പോൾ ഒരു സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ഫൈനൽ ഇയറോ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഗേറ്റിന് വേണ്ടി സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഒരു സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാൽ, ബിക്കോസ് ISROയും സെയിം സിലബസ് ആണ്. ആൻഡ് ഗേറ്റിനെക്കാട്ടും വളരെ എളുപ്പമാണ് ISRO. ഇനി നമുക്ക് നോട്ടിഫിക്കേഷനിലോട്ട് പോവാം. ഇത് സയന്റിസ്റ്റ് എഞ്ചിനീയർ പോസ്റ്റ് ആണ്, സയന്റിസ്റ്റ് എഞ്ചിനീയർ SC. ആൻഡ് പോസ്റ്റ് നെയിം ISRO ICRB സയന്റിസ്റ്റ് എഞ്ചിനീയർ SC പോസ്റ്റ് ആണ്. ഇതിൽ വേക്കൻസീസ് ടോട്ടൽ 39 വേക്കൻസീസ് ഉണ്ട്. അതിൽ സിവിൽ എഞ്ചിനീയേഴ്സിന് 19 വേക്കൻസി, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കഴിഞ്ഞതിൽ ഇലക്ട്രോണിക്സുകാർക്കായിരുന്നു. പക്ഷെ അതിൽ ആർക്ക് വേണം, ഇലക്ട്രോണിക്സിൽ ആർക്ക് വേണമെങ്കിൽ അലൈഡ് ബ്രാഞ്ചസിൽ എഴുതായിരുന്നു. പക്ഷെ ഇത് ട്രിപ്പിളി, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ട്രിപ്പിളി. മറ്റേത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു, സോറി. അപ്പൊ ഇത് ട്രിപ്പിളിയിൽ 10 വേക്കൻസി ഉണ്ട്. പിന്നെ RAC റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, ഇത് മെക്കാനിക്കൽ സ്റ്റുഡൻസ് നിങ്ങൾ എലക്ടീവ് ആയിട്ടല്ല സർ, എലക്ടീവ് ആയിട്ട് RAC എടുത്താൽ பேசிக் டிகிரி ஷுட் பி மெக்கானிக்கல் இன்ஜினியரிங். அதில் ஒரு எலக்டிவோ இல்லை ஒரு ஸ்பெஷலைசேஷனோ ரெஃப்ரிஜரேഷൻ ആൻഡ് എയർ കണ്ടീഷൻ ആയിട്ട് ഇരിക്കണം. അത് കമ്പൽസറിയാണ്. അതന്നെ അവർ പറഞ്ഞു. ആ പോസ്റ്റിലോട്ട് 9 വേക്കൻസീസ് ഉണ്ട്. ഓക്കെ, പിന്നെ ആർക്കിടെക്ചറിൽ 1 വേക്കൻസി, അത് പിന്നെ BTech അല്ല, BR കഴിഞ്ഞവർക്കുള്ളതാണ്. ഇനി ഇത് സ്റ്റാർട്ട് ഡേറ്റ്, അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. 24 ജൂണിന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എന്നാണ് കാണുന്നത് അന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇഫ് യു ബിലോങ്സ് ടു ദീസ് കാറ്റഗറി അല്ലെ ദീസ് ബ്രാഞ്ചസ്. ആൻഡ് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ July 14th ആണ്, July 14th. പിന്നെ ഏജ് ലിമിറ്റ് 28 ഇയേഴ്സ്, മാക്സിമം ഏജ് ലിമിറ്റ് 28 ആണ്. ദാറ്റ് ടു ആസ് ഓൺ 14/7/2025. ആ ലാസ്റ്റ് ഡേറ്റ് ചെയ്യുന്നതിൻ്റെ സമയത്ത് ഏറ്റവും മാക്സിമം ലിമിറ്റ് 28 ഇയേഴ്സ് ആയിരിക്കണം. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒബ്വിയസ്ലി BTech, നമ്മൾ ആ വീഡിയോസ് മാത്രമാണ് ഇതിൽ ചെയ്യുന്നത്. BTech വിത്ത് 65% ഓർ 6.84. ഇത് ഏതാണോ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ പ്രിന്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് അതാണ് എടുക്കുക കേട്ടോ. പ്രിന്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് ISRO ഒന്ന് കാൽക്കുലേറ്റ് ഒന്നും ചെയ്യത്തില്ല. എന്താണോ ആ സർട്ടിഫിക്കറ്റ് പ്രിന്റഡ് ഉള്ളത് അതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, 65% ഓർ 6.84 CGPA. ആൻഡ് വൺ മോർ തിങ്, കഴിഞ്ഞ പ്രാവശ്യം സാർ അല്ലേ നമ്മൾ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ ചെയ്തപ്പോൾ ഇവിടെ രംഗാൻ സാറിന്റെ ഫോണിലൊന്നും എന്താ പറയാ റെസ്റ്റ് ഇല്ലായിരുന്നു. എല്ലാവരും വിളിച്ചു ചോദിക്കുന്നത്, ഞാനിപ്പോൾ ഫൈനൽ ഇയർ ആണ്, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പിന്നെ ഞാൻ BTechൽ എനിക്ക് ഒരു 2 സപ്ലി ഉണ്ടായി എന്നല്ല, പഠിച്ചിറങ്ങിയതിന് ശേഷം ക്ലിയർ ചെയ്യാൻ 2 സപ്ലി ഉണ്ടായിരുന്നു. അപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടാണ് ക്ലിയർ ആയത്, അത് പ്രശ്നമുണ്ടോ? അങ്ങനെ നിരവധി ഡൗട്ടുകളായിരുന്നു. അതല്ല ഒരൊറ്റ ഇതിൽ പറയാം, ഡിഗ്രി കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ബിഫോർ 31st August 2025 നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എലിജിബിൾ അല്ല. നെക്സ്റ്റ് ഇയർ യു ഹാവ് ടു ഡു ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇനി അഡ്വർടൈസ്മെന്റ് നമ്പർ നോക്കുകയാണെങ്കിൽ ഇതാണ് അഡ്വർടൈസ്മെന്റ് നമ്പർ. അത് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ, ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ആ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ കൃത്യമായിട്ട് ഈ നോട്ടിഫിക്കേഷൻ അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചോദിക്കാം, വി ആർ ദെയർ. ഇനി ഫീസിന്റെ കാര്യം പറയാൻ, നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ 750 rupees ആണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. ആൻഡ് ദാറ്റ് ടു ദർ ഇസ് നോ ഫീസ് ഫോർ SC, ST, PWBD ആൻഡ് ഓൾസോ ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഓൾസോ. ആൻഡ് ദാറ്റ് ടു അതിൽ അറൌണ്ട് 500 rupees നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ. അർജുൻ, 1 minute. Actual application required amount required by ISRO is only 250 application fee. But they are asking 750 at the time of the application.
Okay, either 500 rupees will be refunded for the general category, or the whole 750 will be refunded for the reserved and female candidates. If you are appearing for the written test, why they have told is there are many people, they are just applying and they are not turning up for the examination. Okay, they are making lot of logistic for you people, but you are not turning up because there is no fees for many categories. Okay, got it. right. So they are asking 750 and they will refund either 500 or the whole 750. Okay, if you are appearing for the written exam. Yes. ആൻഡ് അപ്പം ആക്ച്വലി എല്ലാവരും 750 അടയ്ക്കണം, ബാക്കി റീഫണ്ട് ആയിട്ടേ വരുള്ളൂ. Right. ഇനി സെലക്ഷൻ പ്രോസസ്സിൽ വരികയാണെങ്കിൽ അത് ഇന്റർവ്യൂ നിങ്ങൾ സെലക്ടഡ് ആവുകയാണെങ്കിൽ, വൺസ് യു ഗെറ്റിംഗ് സെലക്ടഡ് വിൽ ഹാവിങ് എ ഇന്റർവ്യൂ കോൾ. ആൻഡ് അത് 1:5 നിങ്ങൾ ഇന്റർവ്യൂ കോൾ വരിക. അതായത് ഇപ്പം ഇവിടുത്തെ കേസിൽ നമുക്ക് ടോട്ടൽ എത്ര വേക്കൻസീസ് ഉള്ളത്? 39. അപ്പോൾ 39 into 5. 5. Yeah. ഓക്കെ. സോ ആൻഡ് ഇന്റർവ്യൂയുടെ വെയിറ്റേജ് 50% റിട്ടേൺ ആണ്, ആൻഡ് ഓൾസോ 50% ഇന്റർവ്യൂ ടോട്ടലിന്റെ വെയിറ്റേജ്. ആൻഡ് അവർ ഒഫീഷ്യൽ വെബ്സൈറ്റ്, ISRO ഒഫീഷ്യൽ വെബ്സൈറ്റ് isro.gov.in കയറി നിങ്ങൾ അപ്ലൈ ചെയ്യാം. ആൻഡ് സാലറിയിൽ കൂടെ നമുക്ക് നോക്കാം. സാലറിയിൽ വരികയാണെങ്കിൽ ബേസിക് പേ 56,100 ബേസിക് പേ. ആൻഡ് അതിൻ്റെ കൂടെ നിങ്ങൾ കൈ കിട്ടുമ്പോൾ DA, HRA, TA, LTC ഇങ്ങനെ എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് അറൌണ്ട് 12 LPA, ദാറ്റ് ഈസ് 1 lakh പെർ മന്ത് നിങ്ങളെ കൈ കിട്ടും അല്ലേ സാർ? Yes. ഓക്കെ. ആൻഡ് സോ ഇതാണ് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ഡീറ്റെയിൽസ്. ഇത് ജസ്റ്റ് ഞങ്ങൾ ആ നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ്ലി വായിച്ചിട്ട് ഒരു ബ്രീഫ് ക്രിയേറ്റ് ചെയ്തതാണ്. ആൻഡ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഞാൻ പറഞ്ഞു, ഞാൻ താഴെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെയും ടെലിഗ്രാം കമ്മ്യൂണിറ്റിയുടെയും ലിങ്ക് നമ്മൾ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ അതിൽ കയറി ജോയിൻ ചെയ്യാം. അതിൽ ഓൾറെഡി നമ്മളിത് പിൻ ചെയ്ത് വെക്കുന്നുണ്ടാവും. ആൻഡ് ഓൾസോ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക് us. We will be there to help you and we are very happy to help you. Thank you. One more point, Arjun. Okay, this written test they will be conducting for 100 marks, in which 80 marks will be your specialized engineering discipline, and 20 marks will be general aptitude connected thing. Okay, right. So if you are very good in your core branches, definitely you can write that the engineering discipline and general aptitude. As Arjun told, once you have prepared for the GATE exam, this will be one order lower than the GATE exam only. Okay, very easily you can write the this ISRO exam. Okay, thank you. Thank you.